സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലാണ്. സാമ്പത്തിക വളർച്ച ഉയർന്ന നിരക്കിലാണ്. നികുതി വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ വർധനവാണ്. അതിനു പുറമെ റിസർവ് ബാങ്കിൽ നിന്ന് 2.1 ലക്ഷം കോടി രൂപയുടെ ഡിവിഡൻഡ് ട്രാൻസ്ഫറാണ് കിട്ടിയിരിക്കുന്നത്. ബജറ്റിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഒന്ന്, സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകും. 2, കമ്മി കുറച്ച് കൊണ്ടുവരുന്നതിന് ഊന്നൽ നൽകും. മൂന്നാമത്, മിഡിൽ ക്ലാസ്സിന് വലിയ തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങൾ ഇൻകം ടാക്സിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇപ്പോൾ 50,000 രൂപ എന്നുള്ളത് 1 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു നടപടി ഉണ്ടായേക്കാം. എന്തായാലും മിഡിൽ ക്ലാസ്സിന് വലിയ ആനുകൂല്യങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാവും. അതുകൂടാതെ താഴ്ന്ന വരുമാനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതികൾ, ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ള പദ്ധതി, 3 കോടി പുതുതായിട്ട് വീടുകൾ നിർമ്മിക്കാനുള്ള ആ ഒരു തീരുമാനത്തിലാണ് പ്രധാനമന്ത്രി മോദി ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ഈ NDA 3 അധികാരത്തിൽ വന്നതിന് ശേഷം. ഇതേവരെ പ്രഖ്യാപിക്കാത്ത രീതിയിലുള്ള പുതിയ ക്ഷേമ പദ്ധതികളും ഉണ്ടാവാം. കാരണം ഇതിനൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള വിഭവ സമാഹരണം സാധിച്ചിട്ടുള്ള വർഷമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ.